എൻ്റെ പേര് വിവേക് വിശ്വം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം കേരള ഹൈക്കോടതിയുടെ കീഴിൽ ഒരു ഇഞ്ചക്ഷൻ താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ഓർഡറിലാണ് നിലനിൽക്കുന്നത്. ഈ ഹൈക്കോടതിയെ വിമർശിച്ചുകൊണ്ടാണ്, അതായത് ഈ ഹൈക്കോടതിയിൽ നിന്നും വിവേക് വിശ്വനാഥിന് എങ്ങനെ ഓർഡർ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ പട കൺഫ്യൂഷനാണ് എന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള നൈസാം സലാം പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പുള്ള ഒരു ജില്ലാ കോടതി ഓർഡർ ഇദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. അപ്പോ ഇവിടുത്തെ നിയമ അവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് ഈ സിനിമ ആഭ്യന്തര കുറ്റവാളിക്ക് ഞാൻ 1.55 കോടി രൂപയോളം നിർമ്മാണത്തിനായി കൊടുത്തതും ആർട്ടിസ്റ്റായ ആസിഫ് അലിക്കും ഇതിന്റെ ഡയറക്ടറായ സേതുനാഥ് പത്മകുമാറിനും അഡ്വാൻസ് കൊടുത്തതും എല്ലാം എന്റെ പണം കൊണ്ടാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ പൈസയിൽ നിന്നും കൊടുത്തതാണ്. ഇത് ഡയറക്ടറായ ഇപ്പോൾ നൈസാം സലാമിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സേതുനാഥ് എന്ന് പറയുന്ന ഡയറക്ടറിനെ ഞാൻ നേരിട്ട് പോയി കണ്ട്, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിലയിൽ നിന്നും മുമ്പോട്ട് പോകുന്നിടത്ത് അപ്പാർട്ട്മെന്റിന്റെ പേര്, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ആ അപ്പാർട്ട്മെന്റിന്റെ പേരും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് തരും. ആ അപ്പാർട്ട്മെന്റിൽ പോയി സേതുനാഥിനെ പോയി ഞാൻ കണ്ട്, ഡയറക്ടർ സേതുനാഥിനെ പോയി ഡയറക്റ്റ് കണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ 1.55 കോടി രൂപ ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. സിനിമ ചെയ്യുകയാണെങ്കിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം. എന്റെ കഷ്ടപ്പെട്ട പൈസയാണ്, സിനിമ മോഹിച്ച് സിനിമ ആഗ്രഹിച്ചു വന്നതാണ്, എന്നെയും കൂടെ ഉൾപ്പെടുത്തണം. അന്ന് ഇയാൾ പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഇയാളും ഈ പറയുന്ന നൈസാം സലാമും ഇവിടുത്തെ ആൾക്കാർ, ഈ സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് കോൺസ്പിറസി നടത്തി. ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിത്ത് പരപ്പനംകോടിനും വീണ്ടും ഈ ഡയറക്ടറായ സേതുനാഥിനും ഞാൻ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്തതാണ്, ഇതേപോലെ നമുക്ക് ഒരുമിച്ച് സിനിമ ചെയ്യാം, എന്റെ 1.55 കോടി രൂപ അതിനകത്ത് കിടപ്പുണ്ട്, ഒരുമിച്ച് നമുക്ക് സിനിമ ചെയ്യാം, എന്നെ മാറ്റി നിർത്തരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവർ ചിരിച്ചുകൊണ്ട് എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്തതായിട്ടാണ് എനിക്ക് അയച്ചത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് തോഫീഖ് ആർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും ഈ സിനിമ മറിച്ചെഴുതി വാങ്ങി. അതായത് ബിനാമി ഇടപാട് നടത്തി. ഇവർക്കെല്ലാവർക്കും വളരെ ക്ലിയറായി അറിയാമായിരുന്നു ഇതിനകത്തിൽ ഈ എന്റെ 1.55 കോടി രൂപ മാത്രമല്ല, PK അനീഷ് എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഫ്രോഡലന്റൽ ആക്ടിവിറ്റിയാണ്. മലയാള സിനിമയിലുള്ള ഒരു ഫ്രോഡലന്റൽ ആക്ടിവിറ്റിയാണിത്. ഇതിനെ നമ്മൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവരീ ന്യായീകരിക്കുന്നതും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇവിടുത്തെ കോടതിയുടെ ഓർഡറിന് ഒരു വിലയുമില്ല. ഇവിടുത്തെ കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോർട്ടാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് വിവേകിന് കൊടുക്കാനുള്ള 1.55 കോടി രൂപയും 18% ഇൻട്രസ്റ്റും കെട്ടിവെച്ചതിന് ശേഷം സിനിമ കളിച്ചാൽ മതിയെന്ന്. അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇവരത് കെട്ടിവെച്ചുമില്ല. ഇവർ പ്രൊമോഷനും കാര്യങ്ങളും കേരളം മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ റിലീസാവുന്നു അത് പ്രൊമോഷന് ഉപയോഗിച്ചു. ഇപ്പോ നടക്കുന്ന ക്രൗൺ പ്ലാസയിൽ ഇവർ നടത്തുന്ന നാടകവും പ്രൊമോഷന്റെ ഭാഗമാണ്, സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗം. എല്ലാ തെളിവുകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരു ക്രിമിനൽ കേസ് നടക്കുന്നുണ്ട്. കാരണം എന്റെ കയ്യിലുള്ള ഒറിജിനൽ ഡോക്യുമെന്റും ചെക്കും ആസിഫ് അലിയുമായിട്ടുള്ള എഗ്രിമെന്റും, ആസിഫ് അലിയുമായിട്ട് ഈസി പ്ലേ പ്രൊഡക്ഷൻ ചെയ്ത എഗ്രിമെന്റ് ഇതിന്റെ പഴയ പ്രൊഡ്യൂസറായിരുന്ന തോഫീഖാർ എന്റെ കയ്യിൽ തന്നിരുന്നു. ആ എഗ്രിമെന്റും ചെക്കും ഇവർ പറയുന്നു 1.5 കോടി രൂപയ്ക്ക് ആരെങ്കിലും OTT റൈറ്റ്സ് എഴുതി കൊടുക്കുമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കേരളം മുഴുവൻ എഴുതി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള വർത്തമാനമാണ് ഇതിന്റെ ഡയറക്ടർ സേതുനാഥ് പറയുന്നത്. 1.5 കോടി രൂപ കൊടുത്തതിന് ശേഷം ഇവർക്ക് സിനിമ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ 1.5 കോടി രൂപയ്ക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തതിന് ശേഷം ഇതിന്റെ OTT റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും തിയേറ്ററിക്കൽ എക്സിബിഷൻ റൈറ്റ്സും എനിക്ക് എഴുതി ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസ് തന്നിട്ടുള്ളതാണ് ആഭ്യന്തര കുറ്റവാളിയുടെ. അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോർട്ടിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. ആ വിധിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ജില്ലാ കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയതാണ് ഇത് സ്റ്റേ ആണെന്നുള്ളത്. ആദ്യം നമ്മൾ സ്റ്റേ ചെയ്യിച്ചതാണ് ജില്ലാ കോടതിയിൽ കൊണ്ടുപോയിട്ട്. അപ്പം ജില്ലാ കോടതി എന്താണ്, ഒന്നും പരിശോധിക്കാതാണോ ഈ പടത്തിന് സ്റ്റേ തന്നിരിക്കുന്നത്? അപ്പൊ സ്റ്റേ വെക്കേറ്റ് ആയി, കോടതിയാണ് വെക്കേറ്റ് ചെയ്തത്.
ഒരു കുഴപ്പവുമില്ല. ഞാൻ അതിനെ ആക്ച്വലി കോടതിയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് കോടതി ഇങ്ങനെ വിധി തന്നതെന്നോ ഇവർ പറയുന്നത് പോലെ പറയാനോ പിടിക്കാനോ ഒന്നും ഞാൻ വന്നില്ല. കോടതി വിധിയെ ഞാൻ ബഹുമാനിച്ചു. പക്ഷേ ഞാൻ ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ സത്യാവസ്ഥ മനസ്സിലാക്കി നമുക്ക് ഓർഡർ കിട്ടി. ഇപ്പൊ അവര് ജില്ലാ കോടതിയുടെ പഴയ ഓർഡർ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് അവർ പറയുന്നത് ജില്ലാ കോടതിയിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, വിവേകിന് ഞാൻ പൈസ കൊടുക്കാനില്ല, തോഫീക്കാണ് പൈസ കൊടുക്കാനുള്ളതെന്ന്. ഇവരെല്ലാവരും കൂടെ കോൺസ്പയർ ചെയ്ത് ഒരു ഫ്രോഡിലുണ്ടല്ലോ, അതായത് മറ്റുള്ളവരുടെ പൈസ വെച്ച് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് ഇപ്പം നിഷ്കളങ്കരായി അഭിനയിക്കുകയാണ്. ഹൈക്കോടതി ഓർഡറിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ ഇന്നത്തെ ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് എങ്ങനെ ഓർഡർ കിട്ടിയെന്ന് അറിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണമല്ലോ. ഹൈക്കോടതിയിൽ നിന്നും എങ്ങനെ ഓർഡർ കിട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൺഫ്യൂഷനിലാണ് എന്നാണ് നൈസാം സലാം പറഞ്ഞത്. ഇത് കോടതി അലക്ഷ്യം തന്നെയാണ്. അത് കോടതിയിൽ ഞാൻ അതിന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. സുപ്രീം കോടതിയിൽ ഇവർ മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനും സുപ്രീം കോടതിയിൽ എല്ലാ തെളിവുകളും ഇപ്പോഴുള്ള വിധിയും കാര്യങ്ങളും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്ത് നമ്മളും ഫൈറ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്രിമിനൽ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്. എല്ലാ തെളിവുകളും അദ്ദേഹത്തിന് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും ഇവര് വന്നിരുന്നിട്ട് ഈ പറയുന്നത് പോലെ കോടതിയെ തള്ളി പറയുക, ബാക്കിയുള്ളവരെ ഇപ്പം ഈ സേതുനാഥ് എന്ന് പറയുന്നവൻ എന്നെ പ്രസ് മീറ്റിൽ അവൻ നീ എന്നൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇയാള് 1.55 കോടി രൂപയ്ക്ക് ഇയാൾ കൊണ്ട് കേസ് കൊടുത്തു, അത് ഇയാൾ വേറെ ബിസിനസ്സിനാണ് തോഫീക്കിന് കൊടുത്തതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ഹൈക്കോടതിയിൽ നിന്നും എനിക്കൊരു ഓർഡർ കിട്ടത്തില്ല. ആ ഹൈക്കോർട്ടിനെ മാനിക്കുക, ആ ഓർഡറിനെ മാനിക്കുക, മിണ്ടാതിരുന്ന് സുപ്രീം കോടതിയിൽ പോയി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലാതെ കോടതിയെ ചലഞ്ച് ചെയ്യുകയല്ല വേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഉസ്മാൻ എന്ന് പറയുന്ന ആളുടെ പേര് ഇവർ പറഞ്ഞു. ഉസ്മാൻ എന്ന് പറയുന്നത് എന്റെ അടുത്ത സുഹൃത്താണ്. ഈ ഇഷ്യൂ, അതായത് ഈ ക്രിമിനൽ കേസ്, ഇതിന്റെ പുറകിൽ ക്രിമിനൽ പദ്ധതിയുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ തോഫീഖ് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആസിഫ് അലിയുടെ ആർട്ടിസ്റ്റ് എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം എനിക്ക് തരികയും ഇതിന്റെ OTT റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും എല്ലാം ആക്ച്വലി എഴുതി തരികയും എല്ലാം ചെയ്തതിന് ശേഷം ഇയാൾ തന്നെ VS അഭിലാഷ് എന്ന് പറയുന്ന ഓളം സിനിമയുടെ ഡയറക്ടറിനും സാംജിദ് മുഹമ്മദ് എന്ന് പറയുന്ന ലൂസിഫർ സിനിമയുടെ ഡയറക്ടറിനും 8 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ കൊടുത്തിട്ട് എന്റെ കാറിൽ നിന്നും എന്നെ ഭയപ്പെടുത്തി, എന്നെ പേടിപ്പിച്ചിട്ട് തട്ടിക്കൊണ്ടുപോവുകയാണ്, ഡോക്യുമെന്റ് തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ ക്രിമിനൽ കേസ് ഇപ്പോൾ ACP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ ഡോക്യുമെന്റ് കേരള ഫിലിം ചേംബറിൽ കാത്തുനിന്ന നൈസാം സലാമിന്റെ അഡ്വക്കേറ്റും ഈ പറയുന്ന സേതുനാഥ് പത്മകുമാർ എന്ന് പറയുന്ന ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറും, പിന്നെ പേര് ഞാൻ പറയുന്നില്ല, ഇതിന് സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ കോൺസ്പിറസി നടത്തിയത്. ഇവരെല്ലാരും കൂടെ ചേർന്ന് ഈ മോഷ്ടിച്ചുകൊണ്ടുപോയ ഡോക്യുമെന്റ് കേരള ഫിലിം ചേംബറിൽ നിന്ന് വാങ്ങിയെടുത്തു. എന്നിട്ട് മോഷ്ടാക്കൾക്ക് ഇതിന്റെ പഴയ പ്രൊഡ്യൂസർ 8 ലക്ഷം രൂപ കൊടുത്തു. ഇതിന്റെ പ്രതിഫലമായി 8 ലക്ഷം രൂപ കൊടുത്തു. ഇത് എല്ലാ തെളിവുകളോടും കൂടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ ഫൈനാൻഷ്യൽ ഫ്രോഡ്, ഒരു ഫ്രോഡനന്റൽ ആക്ടിവിറ്റിയാണ്. മലയാള സിനിമയിൽ ഇനി ഇതിനെ അനുവദിച്ചുകൂടാ. ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലും കേരള ഫിലിം ചേംബറിലും എല്ലാം പോയി കംപ്ലൈന്റ് കൊടുത്തതാണ്. ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് മിസ്റ്റർ രാകേഷ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും എന്നോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. പിന്നെ നൈസാം സലാം പറഞ്ഞു എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ ആക്ച്വലി നൈസാം സലാമിനെ വിളിച്ചു. നൈസാം സലാമിനെ ആദ്യമായി ഈ വിഷയം അറിയിക്കാൻ ഒരു മെസ്സേജ് ചെയ്യുന്നത് ഞാനാണ് വാട്സപ്പിൽ. ഇങ്ങനൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഇങ്ങനെ കേസാവുന്നുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നൈസാം സലാമിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഞാൻ വയനാടുള്ളപ്പോൾ നൈസാം സലാമാണ് വാട്സപ്പിൽ എന്നെ വിളിക്കുന്നത്. ഭാഗ്യത്തിന് ആ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ആ കോളിൽ വളരെ ക്ലിയർ ആയിട്ട് നൈസാം സലാമാണ് എന്നോട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. വിവേകെ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചായ പോലും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ആ വർത്താനൊന്നും വേണ്ട, അത് കോടതി കിടക്കുന്ന കാര്യങ്ങളാണ്, അത് അവിടെ തെളിയട്ടെ.
അതുകൊണ്ട് അതിനുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. എന്തിനാണ് വിളിച്ചതെന്നുള്ള സംസാരം പറയുക. ഞാനും വളരെ സ്നേഹമായിട്ട് ഇക്കാന്ന് വിളിച്ചാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. പുള്ളി പറഞ്ഞു, എന്നോട് നെഗോഷിയേഷന് വന്നു. എന്നോട് പറഞ്ഞു 25 ലക്ഷം രൂപ പഴയ പ്രൊഡ്യൂസർ, 25 ലക്ഷം രൂപ പുതിയ പ്രൊഡ്യൂസറായ നൈസാം സലാമും കൂടെ 30-ാം തീയതിക്ക് മുമ്പ് സോൾവ് ആയി വെക്കും. വിവേക് ഇതിന്റെ എന്താണ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒന്നും തടയരുത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തടയരുത് എന്ന് പറഞ്ഞ് ഞാൻ ആക്ച്വലി പറഞ്ഞു, ശരി, എനിക്ക് കിട്ടാനുള്ള ഇത്രയും പൈസയാണ്, എന്റെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ ഇഷ്യൂസിലാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, 1.5 കോടി രൂപയുടെ പകുതി പൈസ ആക്ച്വലി എനിക്ക് തരും. അത് നിങ്ങൾ തോഫീക്കുമായിട്ട് സംസാരിക്കുവോ, നിങ്ങൾ തരുവോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ. ഞാൻ ആക്ച്വലി ഈ പറയുന്നത് പോലെ കേസുകളും കാര്യങ്ങളും എല്ലാം പിൻവലിച്ച് നമുക്ക് സുഹൃത്തുക്കളായിട്ട് സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് മുമ്പോട്ട് പോവാം, കോംപ്രമൈസ് ചെയ്യാം എന്ന് ഞാനും നൈസാമും കൂടെ എഗ്രി ചെയ്ത കാര്യമാണ്. ഇപ്പം നൈസാം പറയുന്നു, ഞാൻ എന്തിന് 25 ലക്ഷം രൂപ കൊടുക്കണം, എന്നെ അയാൾ രാത്രി മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോ അയാൾ നൈസാം സലാമാണ് എന്നോട് പറഞ്ഞത് 25 ലക്ഷം രൂപ വെക്കാം, തോഫീക്ക് വെക്കാം, നമുക്കിത് കോംപ്രമൈസ് ആക്കണം എന്ന് പറഞ്ഞത്. വിവേക് OTTക്കും ഇവർക്കൊക്കെ മെയിൽ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇപ്പോ എനിക്ക് അയാൾ മെസ്സേജ് എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ നീ പോടാ എടാന്ന് വിളിച്ച്, ഞാൻ അയാളെ ഇക്കാന്നേ വിളിച്ചിട്ടുള്ളൂ, എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത്, നിനക്ക് 25 ലക്ഷം രൂപ തരാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ സുപ്രീം കോടതി പോവും, നീ എന്താ വെച്ച് ചെയ്തോളാം. തീർച്ചയായിട്ടും ഞാൻ സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധിയാണെങ്കിലും, അതിന് സിനിമ റിലീസ് ചെയ്യാനാണെങ്കിലും, അവർക്ക് പോസിറ്റീവായിട്ടുള്ള വിധിയാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കും. അതല്ല ആ വിധി